ആൻഡ്രോയിഡ് അപ്ഡേഷൻ വന്നതിന് ശേഷം ക്രിയേറ്റീവ്സ് എങ്ങനെ റിഫ്രഷ് ചെയ്യണമെന്നറിയാത്ത കുറെ പേരുണ്ട്. മെറ്റ പറയണത് നമ്മ വീക്ക്ലി ക്രിയേറ്റീവ്സ് റിഫ്രഷ് ചെയ്യണമെന്നാണ്. റൺ ചെയ്യണ ആഡ്സിൽ നമ്മ കൊടുത്തേച്ച ക്രിയേറ്റീവ് വേരിയേഷനിൽ നിന്ന് ബെസ്റ്റ് ക്രിയേറ്റീവ് ഏതാണെന്ന് മെറ്റ എന്നെ ഫൈൻഡ് ചെയ്യും. അതായത് ഒരു 6 ആഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ബെസ്റ്റ് 2 ക്രിയേറ്റീവ്സിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫണ്ട് സ്പെൻഡ് ആവുന്നതും ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതും. ബാക്കിയൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഹുക്കല്ല, ബാക്കിയൊക്കെ അതിലേക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഹുക്കും കാര്യങ്ങളൊക്കെ വേണം. ക്രിയേറ്റീവ്സ് ഒരിക്കലും മോശമായിട്ട് പെർഫോം ചെയ്യണ ആഡ് ചെയ്യുന്ന എഡിറ്റ് ചെയ്തിട്ട് ചെയ്യരുത്. അത് ഓഫ് ചെയ്ത് കളയാനുള്ളതാണ്. നല്ല കസ്റ്റമർ ഡാറ്റ ഒക്കെ ഉള്ളത് ഏറ്റവും നല്ലപോലെ പെർഫോം ചെയ്യണ ആഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ. അപ്പൊ അതിൽ നിന്ന് വേണം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ. അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അതിന്റെ അകത്തുനിന്ന് ക്രിയേറ്റീവ്സ് മാറ്റാൻ. അതായത് പഴയ ക്രിയേറ്റീവ്സ് മാറ്റിയിട്ട് പുതിയ ക്രിയേറ്റീവ്സ് ആഡ് ചെയ്യണം. എന്നിട്ട് വേണം പബ്ലിഷ് ചെയ്യാൻ. അധികം ലീഡ്സ് വരാത്തത് നമ്മൾ ഓഫ് ചെയ്ത് കളയണം. ഇത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പാടില്ല. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഏതാണ് വർക്ക് ആവാത്തതെന്ന് നമുക്ക് മനസ്സിലാവില്ല കോണ്ടന്റ് ഒക്കെ ചെയ്യാൻ നേരത്ത്. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനെ സ്ട്രോങ് ആയിട്ടുള്ള ഹുക്കും കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ക്രിയേറ്റീവ്സ് പബ്ലിഷ് ചെയ്ത് നോക്കാൻ പറ്റും.